നമ്മൾ ഉണ്ടാക്കിയ സാധനം മസാല ദോശയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കലല്ലേ. ഇത് ചിക്കൻ ഉണ്ട് നമുക്ക് എന്താണ് ദോശ. അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. എന്റെ സ്കൂളിന്റെ പാരന്റ്സ് മീറ്റിംഗ് അതിന് പോവാണ് ഞങ്ങൾ. ഇത് ഇഡ്ലിന്റെയും ദോശന്റെയും മാവാണ്. അളവുകളൊക്കെ ഞാൻ പിന്നീട് പറയുന്നതാണ്. ഇത് ചിക്കൻ പൊരിച്ചത് ഇങ്ങനെ പീസാക്കിയിട്ടുള്ളതാണ്. വലിയുള്ളി ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ക്യാരറ്റ് ചീകിയിട്ടുള്ളതാണ്. ഇത് തക്കാളി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇത് മല്ലിയില മാത്രം, പുതിനൻ്റെ ഇല അല്ല, മല്ലിയില മാത്രമാണ്. വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണിത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ കൂട്ടിയിട്ട് മസാല മിക്സ് ചെയ്തിട്ട് വേവിച്ച് പിന്നെ പൊരിച്ചെടുത്തതാണ് ഈ ഒരു ഇത് ചിക്കൻ. ഇതിനങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊടിപൊടിയാക്കി മിക്സിയിൽ അടിക്കരുത്. ഇനി മൊത്തം മിക്സ് ഉണ്ടാക്കുകയാണ്. 1 കപ്പ് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ക്യാരറ്റ് ചീകിയത് 1 കപ്പ്, 1 കപ്പ് ക്യാപ്സിക്കം, എല്ലാതും ഓരോ കപ്പ് വീതം, തക്കാളി 1 കപ്പ്, ചിക്കൻ പൊരിച്ചത് 1 കപ്പ്, വീണ്ടും 1 കപ്പ്. ഇനി വേണമെങ്കിൽ പിന്നെ ലാസ്റ്റ് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം. 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചത്, 1 കപ്പ് മല്ലിയില. അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചിക്കൻ്റെ അളവ് നമുക്ക് കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ 1 കപ്പും കൂടി അതിലേക്ക് ഇടുക. നല്ലോണം ഇട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 കപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കുക. ഉപ്പില്ലെങ്കിൽ സ്വല്പം ഉപ്പിടുക. അടുപ്പ് നല്ല ഹൈ ചൂടിൽ കത്തിച്ചിട്ട് അതിലേക്ക് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം വെക്കുന്നത്. ഈ നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്ന എൻ്റെ പെണ്ണുങ്ങളാണ് ഏറ്റവും ഉഷാറ്. ഞാനത്ര ഉഷാറല്ല അതിൽ. അപ്പോൾ ഞാൻ തൽക്കാലം എന്നിട്ട് ഞാൻ സാമ്പിൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബാക്കിൻ്റെ പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതേപോലെ ഇതാക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ ചൂട് കുറക്കണം. ശേഷം ഒന്നിലേക്കുള്ള മസാല മിക്സ് ചെയ്തത് ഇതിൻ്റെ ടോപ്പിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് നമ്മൾ ഒഴിച്ച ഉടനത്തിൽ ഉണ്ടാവും. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് മതി മസാല ഇടൽ. ഇനി ഇതൊന്ന് അടച്ചു വെക്കുക. കുറച്ചേരം അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ അമർത്തിയിട്ട് ഈ സൈഡൊക്കെ ഒന്നിങ്ങനെ വിടർത്തി വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചുറ്റുന്ന സമയത്ത് അത് ചിലപ്പോൾ ശരിയായി വരില്ല, കീറിപ്പോവും. അപ്പോൾ സൈഡൊക്കെ ലെവലാക്കി കഴിഞ്ഞ ശേഷം ഒന്നിങ്ങനെ അടിയിൽ നിന്ന് വിട്ട് നിൽക്കണം. അപ്പോൾ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ നമ്മൾ കൈകൊണ്ട് ചുരുട്ടുക. ആ ചൂടൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതേപോലെ അങ്ങനെ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ സ്വല്പം നേരം അവിടെ വെക്കുക. അതിൻ്റെ ടോപ്പിൽ വേണമെങ്കിൽ നെയ്യൊന്നിങ്ങനെ പുരട്ടാം. ഒരു 10 സെക്കൻഡ് വേണ്ടി അടച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കമഴ്ത്തി വെച്ചിട്ട് വീണ്ടും അതിൻ്റെ പുറത്ത് നെയ്യ് ഒഴിക്കുക. നെയ്യില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം ഒന്ന് മുറിക്കുക. കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് അങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം. ഓഫാക്കിയിട്ട് അങ്ങനെ നമ്മൾ സാൻഡ്വിച്ച് കഴിക്കുന്നവരെ കഴിക്കുകയും ചെയ്യാം. ഇനി സാൻഡ്വിച്ച് പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് സാൻഡ്വിച്ച് പുതിയ മോഡലിൽ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് അങ്ങനെയും കഴിക്കാം, ഇങ്ങനെയും കഴിക്കാം. അതുപോലെ മസാല ദോശ ഉണ്ടാക്കുന്ന മോഡൽ നേരെ ഹാഫിൽ മസാല വെച്ചിട്ട് സിംഗിളായിട്ട് മടക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. നമ്മളെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളും യാത്രകളൊക്കെ ഉണ്ട്. അതെല്ലാം കാണുക. ഇതാണ് സംഭവം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.